ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡിങ് റീൽസിലൊക്കെ ഈ ഒരു എഫക്റ്റ് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീഡിയോയിൽ ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു കോളേജോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. വീഡിയോ സ്റ്റാർട്ടിങ് പൊസിഷനിൽ അത് ഉണ്ടാവില്ല. അതിനുശേഷം താഴേന്ന് അപ്പായി വരുന്ന ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ബിൽഡിംഗ് ഗ്രോ എഫക്റ്റ് എന്നാണ് ഈ ഒരു എഫക്റ്റിനെ പറയുന്നത്. ഈ ഒരു എഫക്റ്റ് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ക്യാപ്കട്ടിൽ കൂടെ എങ്ങനെ നമ്മുടെ വീഡിയോസിൽ കൊടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു എഫക്റ്റ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളുടെ വീഡിയോയിൽ കൊടുക്കാൻ വേണ്ടി ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീഡിയോയിൽ ഏതൊരു ഫ്രെയിമിലാണോ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്, ആ ഒരു ഫ്രെയിം സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക എന്നുള്ളതാണ്. അത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഗാലറിയിൽ വെച്ച് തന്നെ എടുക്കുകയാണെങ്കിൽ അടിയിൽ വരുന്ന ആ ഒരു ലോഗോ, ആ വീഡിയോ പ്ലേ ആവുന്ന ലോഗോ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കും. MX പ്ലെയർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ. ഇൻ കേസ് നിങ്ങൾക്ക് ക്യാപ്കട്ട് യൂസ് ചെയ്ത് തന്നെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ എടുക്കുമ്പോഴും താഴെ ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നേരെ സ്നാപ്സീഡിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ടൂൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് പിക്സാർട്ട് ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു മോഡ് ആപ്പിക്ക്, അതായത് പിക്സാർട്ടിൻ്റെ ഒരു മോഡ് ആപ്പിക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രീമിയം കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ട് പിക്സാർട്ട് യൂസ് ചെയ്ത് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ നേരെ പിക്സാർട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ട ഒരു ഇമേജ് കാര്യങ്ങൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് വേണ്ട ഒരു സബ്ജക്റ്റിനെ നമുക്ക് കട്ട് ചെയ്യണം. ഞാൻ ഈ ഒരു കട്ട് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു ബിൽഡിങ്ങിനെ ടോട്ടൽ ഈ ഔട്ട്ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്തതിനു ശേഷം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ ടിക്ക് കൊടുക്കുമ്പോൾ തന്നെ ഇവിടുന്ന് താനെ പിക്സാർട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് തരും. അതായത് ഇത്രയും ഒരു പോർഷന് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു ബ്രഷ് ടൂൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരു പോർഷൻ മാത്രം നിങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടൈം കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ പക്ക പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ സേവ് ചെയ്ത് നോക്കിയാണ്. നേരെ സേവ് ചെയ്ത് കൊടുത്തപ്പോൾ ഈ ഒരു ഇമേജ് എൻ്റെ ഫോണിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ബാക്കിലേക്ക് പോയി ഈ ഒരു ഇമേജിൻ്റെ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലം നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രീമിയം വേർഷൻ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയെങ്കിൽ ഇവിടെ തന്നെ റിമൂവ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെയാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് പിക്സാർട്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് തന്നോളും. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ റിമൂവ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഇമേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കംപ്ലീറ്റ് ആ ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രോപ്പറായിട്ട് റിമൂവ് ആയി പോയിട്ടുണ്ട്. ആ ഒരു ഇമേജ് ഞാൻ നേരെ എൻ്റെ ഗാലറിയിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്സാർട്ട്, ക്രാക്കഡ് പിക്സാർട്ട് കാര്യങ്ങളില്ല, അല്ലെങ്കിൽ പ്രീമിയം പിക്സാർട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട. നേരെ അഡോബ് ഫയർഫ്ലൈ എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെയിം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അവിടുന്ന് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ലാസ്റ്റ് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ താഴെയായിട്ട് ഒരു വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ വരുമെന്നുള്ളൂ. അത് നിങ്ങൾക്ക് സ്നാപ്സീഡ് യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്ത് കളയാനും സാധിക്കും. നേരെ ഈ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ നേരെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്യാപ്കട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ക്യാപ്കട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്കട്ടിൽ നമ്മളിവിടെ ആദ്യമേ ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഒരു ഇമേജ് നേരെ ക്യാപ്കട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളുടെ വീഡിയോയുടെ ഇടക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ എക്സാക്ട് ഏതൊരു പോയിന്റിലാണോ കൊടുക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് ഈ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള എഫക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കണം. അതായത് ഈ ഒരു ബിൽഡിംഗ് അപ്പ് ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊടി വറക്കുന്ന എഫക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഫയറിൻ്റെ എഫക്റ്റ് കൊടുക്കണം. അങ്ങനെയുള്ള എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ആ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഓവർലേ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ഓവർലേ എന്ന് പറയുന്ന ബട്ടൺ യൂസ് ചെയ്ത് ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് തപ്പി വേറെ എവിടെയും പോകണ്ട, ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തതിനാൽ തന്നെ ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആഡ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം കട്ട് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ക്രോമ കീ ചൂസ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഗ്രീൻ സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇൻറ്റൻസിറ്റി ചൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ സ്ക്രീന് കാര്യങ്ങളൊക്കെ റിമൂവ് ആവുന്നതായിരിക്കും. അതിനുശേഷം ആ ഒരു ഡസ്റ്റിൻ്റെ ഇമേജ് മാത്രം ആയിട്ട് നിങ്ങളുടെ വീഡിയോസിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ആ ഒരു ഫൂട്ടേജ് എവിടെയാണോ കൊടുക്കേണ്ടത് ജസ്റ്റ് അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഫൂട്ടേജിന് ഏതെങ്കിലും തരത്തിലുള്ള എഫക്റ്റ് കാര്യങ്ങൾ കൊടുക്കണം. അതായത് കുറച്ചുകൂടി ഷാഡോ കുറയ്ക്കണം, ആ ഒരു ഇമേജിൻ്റെ ക്വാളിറ്റി കുറയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഓവർലേ തന്നെയാണ്. ആ ഒരു ഇമേജിനെ നിങ്ങൾക്ക് വീണ്ടും ഓവർലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം ആഡ് ഓവർലേ കൊടുത്തു. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇമേജ് കൊടുത്തു.
ആഡ് കൊടുത്തു. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇമേജ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ബിൽഡിംഗ് എവിടെയാണോ എൻ്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ബിൽഡിംഗ് എക്സാക്ട് പൊസിഷനിൽ വെച്ചതിന് ശേഷം താഴെ നിങ്ങൾക്ക് കാണാം ആനിമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നിങ്ങൾക്ക് ആനിമേഷൻ്റെ നിരവധി ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ ഏതൊരു ഓപ്ഷന് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ആ ഒരു ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് സ്ലൈഡ് അപ്പ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആണ്. ഈ ഒരു എഫക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും എഫക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റിനെ സ്പീഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു സെക്കൻഡ്സ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് ഈ ഒരു ഇമേജ് വരുന്ന സ്പീഡും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. അതിനുശേഷം ഈ ഒരു ടിക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഈ ഒരു ഇമേജ് നമുക്ക് ജസ്റ്റ് ഒന്ന്, ഈ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഏത് രീതിയിലായിരിക്കും വരുന്നത് എന്നുള്ളത്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിലും നിങ്ങൾക്ക് നിരവധി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് ആ അപ്പ് ചെയ്ത് വരുന്ന ഒരു ഇമേജിനെ നിങ്ങൾക്ക് പുറകിലേക്കാക്കണമെങ്കിൽ പുറകിലേക്കാക്കാം. അതുപോലെ തന്നെ പാർട്സ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് പാർട്സ് ആക്കിയൊക്കെ ചെയ്യാൻ സാധിക്കും. ഏറ്റവും ക്വിക്കായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.